എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോളിഫ്ലവർ 65 ആണ്. നല്ല അടിപൊളി ടേസ്റ്റായിട്ടും നല്ല ക്രിസ്പി ആയിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഗോബി 65 അല്ലെങ്കിൽ കോളിഫ്ലവർ 65 ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കോളിഫ്ലവർ 65 ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇടത്തരം വലിപ്പമുള്ള ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ കോളിഫ്ലവർ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഒരുപാട് അങ്ങ് ചെറുതാക്കണ്ട, കുറച്ച് വലിയ പീസായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. കോളിഫ്ലവർ എല്ലാം അടർത്തിയെടുത്തതിന് ശേഷം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അടർത്തിയെടുത്ത കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് 1 മിനിറ്റ് സമയം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. കോളിഫ്ലവർ ഒരുപാട് വെന്ത് പോകരുത്. കറക്റ്റ് 1 മിനിറ്റ് സമയം ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. 1 മിനിറ്റ് സമയം കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. വെള്ളമൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് വാർത്തെടുക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ കോളിഫ്ലവർ വാടി കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇനി ഇതിൽ ചേർക്കാൻ പോകുന്ന ചേരുവകളൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇത് എല്ലാം കോരി മാറ്റിയതിന് ശേഷം നമ്മളിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് വയ്ക്കാം. ഒരു ബൗളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഗരം മസാലയ്ക്ക് പകരമായിട്ട് പെരുംജീരകം പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നാരങ്ങാ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാ നീരങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഓയിലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിലാണ് ഞാനിവിടെ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഫ്രൈക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. ഈ റവയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. റവയ്ക്ക് പകരം അരിപ്പൊടി ചേർക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് റവ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ക്രിസ്പി ആകുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത്, ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ടാവണം. കുറച്ച് വെള്ളം ചേർത്ത് നോക്കുക. അതിനുശേഷം പിന്നീട് വെള്ളം വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ബാറ്റർ കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ കോളിഫ്ലവർ ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുത്ത ശേഷം ഈ മിക്സ് കോളിഫ്ലവർ പിടിച്ച് കിട്ടുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ കോളിഫ്ലവർ പൊടിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ 1 മിനിറ്റ് സമയം മാത്രം ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് 1 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് നല്ല ചൂടുള്ള എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു കടായിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഈ കോളിഫ്ലവർ പറക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നത്. തീ ഒരുപാട് കൂടി പോകണ്ട, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരുപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ആയി കിട്ടണം. നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യത്തെ ബാച്ച് എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കുക.
വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. രണ്ടാമത്തെ ബാച്ചും കോരി മാറ്റിയതിന് ശേഷം നമുക്കിതേ ഓയിലിൽ തന്നെ കുറച്ച് നട്ട്സ് വറുത്തെടുക്കാം. കപ്പലണ്ടിയോ കാഷ്യൂ നട്ട്സോ ഏതായാലും മതി. ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നട്ട്സ് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ഒന്ന് വറുത്തെടുക്കാം. പച്ചമുളക് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് ഈ കോളിഫ്ലവർ വറുത്ത് വെച്ച കോളിഫ്ലവറിൻ്റെ മുകളിലേക്ക് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ രുചികരമായ കോളിഫ്ലവർ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ കോളിഫ്ലവർ 65 നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.